പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ തരം മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന വളരെ റിപ്പീറ്റഡായി ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ലോവസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് എ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് ലോവസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഭൂമിയുടെ അന്തരീക്ഷം വിവിധ പാളികളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നീ 5 പാളികളാണ്. 5 പാളികളായിട്ടാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം ലെയറായിട്ട് ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയറെ കുറിച്ച് പറയുമ്പോൾ ഭൂമിക്കടുത്തുള്ള ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിക്കടുത്തുള്ള, അതായത് നമ്മൾക്ക് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷം ഫസ്റ്റ്, അതായത് നമ്മൾക്ക് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന പ്രദേശമാണ് ട്രോപ്പോസ്ഫിയർ. ശരാശരി ഉയരം 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെയാണ്. അപ്പം ഭൂമിയിൽ നിന്നും 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളി സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള പാളിയാണ്. അപ്പോൾ ഇത് ഭൂമിയാണെങ്കിൽ ഇത് എർത്ത്, ഇതിൻ്റെ തൊട്ടു മുകളിലുള്ള ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. അതിനും തൊട്ടു മുകളിലുള്ള ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. മനസ്സിലായോ? അപ്പോൾ ഭൂമിയുടെ തൊട്ടു മുകളിൽ ഉള്ള, അതായത് നമ്മൾക്ക് മുകളിൽ നിന്ന് പറയുമ്പോൾ ഭൂമിക്കടുത്തുള്ള ഏറ്റവും താഴത്തെ പാളിയാണ്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ പറയുമ്പോൾ ഭൂമിക്കടുത്തുള്ള ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇനി സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ പാളിയിൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ എന്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നു. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഏതാണ്? പിന്നെ ജെറ്റ് വിമാനങ്ങൾ കൂടുതലായി പറക്കുന്ന പ്രദേശം. ഇവിടെയാണ് ജെറ്റ് വിമാനങ്ങൾ കൂടുതലായി പറക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ എന്തൊക്കെയാണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ജെറ്റ് വിമാനങ്ങൾ കൂടുതലായി പറക്കുന്ന സ്ഥലമാണ്. പിന്നെ മറ്റൊന്നും കൂടിയുണ്ട്, റേഡിയോ സോണ്ടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത്. റേഡിയോ സോണ്ടെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് നോക്കാം. റേഡിയോ സോണ്ടെ സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. എന്താണ് റേഡിയോ സോണ്ടെ? അന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് ഹീലിയം അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് നിറച്ച ബലൂൺ മുഖേന ആകാശത്തേക്ക് ഈ റേഡിയോ സോണ്ടെ ഉയർത്തപ്പെടുന്നു. ബലൂൺ ഉയർന്നനുസരിച്ചിട്ട് റേഡിയോ സോണ്ടയിൽ ഘടിപ്പിച്ച സെൻസറുകൾ താപനില, അന്തരീക്ഷ താപനില, അതായത് ടെമ്പറേച്ചർ, പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പിന്നെ ഹ്യൂമിഡിറ്റി, കാറ്റിൻ്റെ വേഗതയും ദിശയും, പിന്നെ GPS അല്ലെങ്കിൽ റഡാർ ഉപയോഗിച്ചിട്ട് കാറ്റിൻ്റെ ദിശയും വേഗതയും റേഡിയോ സോണ്ടകൾ നിർണ്ണയിക്കുന്നുണ്ട്. പിന്നെയാണ് അങ്ങനെ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേഡിയോ സോണ്ടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റേഡിയോ സോണ്ടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റേഡിയോ സോണ്ടയിൽ ശേഖരിച്ച ഡാറ്റ റേഡിയോ തരംഗങ്ങൾ വഴി ഭൂമിയിലെ റേഡിയോ റിസീവറിലേക്ക് അയക്കപ്പെടുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ കാലാവസ്ഥ പ്രവചനം, മുൻകരുതലുകൾ, വായു ഗുണനിലവാരം വിലയിരുത്തൽ തുടങ്ങിയവയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നു.
റേഡിയസ് സോണ്ട സാധാരണയായിട്ട് 30 അല്ലെങ്കിൽ 35 കിലോമീറ്റർ ഉയരത്തിൽ, അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ ലേക്ക്, അതായത് 30-35 ഉയരത്തിലേക്ക് കടന്നുപോയാൽ, സ്ട്രാറ്റോസ്ഫിയറും കടന്നുപോയാൽ എന്താ സംഭവിക്കണേ? അത് ബലൂൺ പൊട്ടിപ്പോയി പിന്നെ ആ ഉപകരണങ്ങളൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ റേഡിയോ സോണ്ട സ്ട്രാറ്റോസ്ഫിയറിൽ മാത്രമാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ എന്തൊക്കെയാണ്? ഓസോൺ പാളിയുണ്ട്. ജെറ്റ് വിമാനങ്ങൾ കൂടുതലായി പറക്കുന്ന സ്ഥലമാണ് റേഡിയോ സോണ്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അടുത്തത് മെട്രോളജിക്കൽ റോക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മിസോസ്ഫിയർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? അന്തരീക്ഷത്തിലെ 3-ാം പാളിയാണ്. മെറ്റീരിയോട്സ് ഇതിൽ വെച്ച് കത്തി നശിക്കുന്നു. 50-85 കിലോമീറ്റർ വരെ ഉയരമുള്ള പാളിയാണ് മെട്രോളജിക്കൽ റോക്കറ്റ് സ്ഥിതി ചെയ്യുന്ന പാളിയാണ്. ഇനി അടുത്തത് തെർമോസ്ഫിയർ. ഈ പാളിയിൽ താപനില വളരെ കൂടുതലാണ്. റോക്കറ്റുകളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിലാണ്. അറോറ കാണപ്പെടുന്ന സ്ഥലമാണ് തെർമോസ്ഫിയർ. അപ്പം എന്തൊക്കെയാണ്? താപനില വളരെ കൂടുതലാണ്. റോക്കറ്റുകളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും സ്ഥിതി ചെയ്യുന്നു. പിന്നെ അറോറ കാണപ്പെടുന്ന സ്ഥലം കൂടിയാണ്. 5-ാമത്തെ പാളിയാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും പുറത്തെ പാളിയാണ്. സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന അന്തരീക്ഷ പാളിയാണ്. പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയിരിക്കുന്നു. സ്പേസ് ഷിപ്പ് കാണപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറത്തെ പാളിയാണ്. സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന അന്തരീക്ഷ പാളിയാണ്. പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയിരിക്കുന്നു. സ്പേസ് ഷിപ്പ് ഉള്ള സ്ഥലം കൂടിയാണ്. ഈ വിവിധ പാളികൾ ഭൗമ അന്തരീക്ഷത്തെ സംരക്ഷിക്കുകയും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. ഈ 5 പാളികളും 5 പാളികൾ ഭൗമ അന്തരീക്ഷത്തെ സംരക്ഷിക്കുകയും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. അടുത്തത് 10 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഹൈഡ്രജൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ നൈട്രജൻ ആണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജനും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് നൈട്രജനുമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് വെച്ചാൽ അത് അലുമിനിയമാണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളിൽ ഒന്നായി കറിവേപ്പിൻ്റെ ശാസ്ത്രനാമം, അതായത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളിൽ ഒന്നാണ് കറിവേപ്പ്. ഇതിൻ്റെ ശാസ്ത്രനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള ലവണമാണ് സോഡിയം ക്ലോറൈഡ്. അടുത്തത്, അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ മൂലകങ്ങളാണ്? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ മൂലകങ്ങളാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അടുത്തത്, അമോണിയയിലെ ഘടകങ്ങൾ ഏതെല്ലാം? അമോണിയയിലെ ഘടകങ്ങളാണ് നൈട്രജനും ഹൈഡ്രജനും. വെള്ളത്തിനടിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന രാസവസ്തു ഏതാണ്? വെള്ള ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് ആണ് വെള്ളത്തിനടിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന രാസവസ്തു. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം. വെള്ളത്തിനടിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന രാസവസ്തു വെള്ള ഫോസ്ഫറസ്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നെടുത്തത്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.